സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകളും ട്രാൻസ്ജെൻഡർ സ്ത്രീകളും കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണിത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ തുക ലഭിക്കുമോ? കുടിശ്ശിക വിതരണം എപ്പോൾ നടക്കും? പുതിയ സർക്കാർ എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ? ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങൾക്കുള്ള ഒരു വിശദ വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിലില്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും സർക്കാർ നൽകുന്ന ഒരു സാമ്പത്തിക സഹായമാണിത്. ഓരോ മാസവും 1000 രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കുന്ന രീതിയാണ്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതോടെ പല ക്ഷേമ പദ്ധതികളുടെയും ഭാവിയെക്കുറിച്ച് ചർച്ചകൾ ശക്തമായിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും അതിൽ ഉൾപ്പെടുന്നു. മുൻ സർക്കാർ മാർച്ച് 2026 വരെയുള്ള തുക വിതരണം ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, കുടിശ്ശിക വിതരണം സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത് വരെ ആരും ഉറപ്പായ തീയതികൾ വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലുള്ള വിവരങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഔദ്യോഗിക അറിയിപ്പുകൾക്ക് മാത്രം പ്രാധാന്യം നൽകണം. നിലവിൽ ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാമെന്ന് നോക്കാം. അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷക പ്രായം 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലായിരിക്കണം. പിങ്ക് കാർഡ് അല്ലെങ്കിൽ മഞ്ഞ കാർഡ് ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാവുന്നതാണ്. വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല. ഇനി അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആധാർ കാർഡ്, പ്രായം തെളിയിക്കുന്ന രേഖ, അതായത് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഇതില്ലെങ്കിൽ അപേക്ഷ അപ്രൂവൽ ആവില്ല. ഇത് കൂടാതെ മറ്റേതെങ്കിലും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന സ്വയം പ്രഖ്യാപന പത്രവും സമർപ്പിക്കണം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ച ഉടൻ തന്നെ ആനുകൂല്യം ലഭിക്കില്ല. അപേക്ഷ പരിശോധിക്കുകയും അർഹത ഉറപ്പാക്കുകയും ചെയ്ത ശേഷമാണ് ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഈ പദ്ധതിക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ അർഹരായവർക്ക് ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ്. ഇനി പലർക്കും സംശയമുള്ള ഒരു വിഷയമാണ് റേഷൻ കാർഡ് ഭാഗം മാറിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നിലവിൽ പദ്ധതിയിലെ പ്രധാന അർഹതാ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് PHH പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ്. അതുപോലെ ഭാവിയിൽ റേഷൻ കാർഡ് ഭാഗത്തിൽ മാറ്റമുണ്ടായാൽ അർഹത പുനർപരിശോധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴും പുതുക്കി സൂക്ഷിക്കേണ്ടതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.